പുതിയ താരങ്ങൾ, പുതിയ പരിശീലകർ, പുതിയ പ്രതീക്ഷകൾ. വരാനിരിക്കുന്ന സീസൺ മുൻനിർത്തി അവസാനവട്ട തയ്യാറെടുപ്പിലാണ് യൂറോപ്പിലെ പ്രധാന ക്ലബ്ബുകൾ. ഒരു ഭാഗത്ത് ട്രാൻസ്ഫർ മാർക്കറ്റ് ചൂടുപിടിക്കുമ്പോൾ മറുഭാഗത്ത് പ്രീ സീസൺ പോരാട്ടങ്ങളും അരങ്ങ് തകർക്കുകയാണ്. കൂടുമാറ്റ വിപണിയിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി നിറഞ്ഞു നിൽക്കുന്ന പേര് അത് റോഡ്രിയുടേതാണ്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് സ്പാനിഷ് താരത്തെ ക്യാമ്പ് നൗവിലെത്തിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് ബാഴ്സലോണ. എന്നാൽ ഈ ഡീലുമായി ചേർത്ത് മറ്റു ചില കൂടുമാറ്റ വാർത്തകളും പറഞ്ഞു കേൾക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഹെൻസോ ഫെർണാണ്ടസിന്റെ പേരാണ്. റോഡ്രി പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റായി സിറ്റി ലക്ഷ്യം വെക്കുന്നത് ഈ അർജന്റീൻ മിഡ്ഫീൽഡറെയാണെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നിന്ന് എൻസോ എത്തിഹാദിൽ പറന്നിറങ്ങുമ്പോൾ പരിശോധിക്കാം. നിലവിൽ തിരക്കേറിയ പ്രീ സീസൺ മത്സര ടൂറിലാണ് ചെൽസി താരങ്ങളും പരിശീലകൻ സാബി അലോൺസോയും. ഇന്നലെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ AC മിലാനെ എതിരില്ലാത്ത 3 ഗോളിനാണ് ക്ലബ്ബ് തോൽപ്പിച്ചത്. നേരത്തെ പ്രീ സീസൺ പോരാട്ടത്തിൽ ടോട്ടനത്തിനും യുവന്റസിനുമെതിരെ കാലിടറിയ ചെൽസിയെ സംബന്ധിച്ച് കോൺഫിഡൻസ് നൽകുന്നതായിരുന്നു ഈ വിജയം. പ്രീമിയർ ലീഗ് സീസണിലേക്ക് പ്രവേശിക്കവേ സാബി അലോൺസോയ്ക്കും പുതു ഇന്ധനമേകുന്നതായി ഇറ്റാലിയൻ വമ്പന്മാർക്കെതിരായ ടീമിന്റെ മികച്ച പ്രകടനം. എന്നാൽ മത്സരത്തിൽ എൻസോ ഫെർണാണ്ടസിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. ലോകകപ്പിന് ശേഷം അവധിയിൽ തുടരുന്ന അർജന്റീൻ താരം ഇതുവരെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല. ചെൽസിയുടെ മുൻ പരിശീലകനായിരുന്ന എൻസോ മരസ്കയുടെ താൽപ്പര്യമാണ് നിലവിൽ അർജന്റീൻ മിഡ്ഫീൽഡറെ സിറ്റി റഡാറിൽ എത്തിച്ചത്. പെപ് ഗ്വാർഡിയോളയുടെ പിൻഗാമിയായി ചുമതലയേറ്റ മരസ്ക നിലവിൽ മികച്ചൊരു ടീം ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നോട്ടിംഗ്ഹാമിൽ നിന്ന് വൻ തുക മുടക്കി എലിയറ്റ് ആൻഡേഴ്സനെ ഇതിനകം ലാൻഡ് ചെയ്യിച്ചു കഴിഞ്ഞു. മൊറോക്കോയുടെ യങ് സെൻസേഷൻ അയ്യൂബ് ബുവാദിക്കുള്ള ശ്രമവും അണിയറയിൽ പുരോഗമിക്കുകയാണ്. ഇതിനെല്ലാം പുറമെയാണ് ഹെൻസോ ഫെർണാണ്ടസിനെ കൂടിയെത്തിക്കാനുള്ള നീക്കം നടത്തുന്നത്. അതേസമയം ബെർണാഡോ സിൽവ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയതിന് പുറമെ റോഡ്രി കൂടി ടീം വിട്ടാൽ മധ്യനിരയിൽ ഒരു എക്സ്പീരിയൻസ് താരത്തെ ആവശ്യമാണെന്നാണ് മരസ്കയുടെ കണക്കുകൂട്ടൽ. ഇക്കഴിഞ്ഞ ലോകകപ്പിലെ മികച്ച പ്രകടനവും എൻസോ ഫെർണാണ്ടസിന്റെ മാർക്കറ്റ് വാല്യൂ ഉയർത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിൽ ക്രൂഷ്യൽ ഗോൾ അടക്കം നേടി അർജന്റീനയുടെ ഫൈനൽ പ്രവേശനത്തിൽ യുവ മിഡ്ഫീൽഡർക്ക് നിർണായക റോളാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ചെൽസിയിൽ മരസ്ക ടാറ്റിക്സിലെ പ്രധാനിയായിരുന്നു എൻസോ ഫെർണാണ്ടസ്. ഗോളും അസിസ്റ്റുമായി കളം നിറഞ്ഞ താരം യൂറോപ്പിലെ ടോപ്പ് ക്ലാസ് മിഡ്ഫീൽഡർമാരുടെ പട്ടികയിലേക്കാണ് കസേര വലിച്ചിട്ടത്. ഗ്രഹാം പോട്ടർ, പൊച്ചറ്റീനോ കളിശൈലികളിൽ നിരായുധനായിരുന്ന എൻസോ ഫെർണാണ്ടസ് മരസ്ക പ്ലാനിൽ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് കണ്ടത്. സിറ്റിയിലേക്ക് താരത്തെ കൊണ്ടുവരാനുള്ള നീക്കത്തിന് പിന്നിലും ഈ കോംബോ ലക്ഷ്യമിട്ടു തന്നെയാണ്. 2023-ൽ 106 മില്യൺ പൗണ്ടിന് ചെൽസിയിലെത്തിയ എൻസോ ഫെർണാണ്ടസ് തന്റെ ഭാവി സംബന്ധിച്ച പ്രസ്താവനകളെ തുടർന്ന് കഴിഞ്ഞ സീസണിൽ സസ്പെൻഷൻ നേരിട്ടതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. 2025-26 സീസണിൽ എല്ലാ ടൂർണമെന്റുകളിൽ നിന്നുമായി 16 ഗോളും 9 അസിസ്റ്റുമാണ് എൻസോയുടെ സമ്പാദ്യം. സമ്മർ ട്രാൻസ്ഫറിന്റെ തുടക്കത്തിൽ അർജന്റീൻ മിഡ്ഫീൽഡർ ക്ലബ്ബ് വിടുമെന്ന തരത്തിൽ വാർത്തകൾ ഉയർന്നിരുന്നു. റയൽ മാഡ്രിഡിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പ്രധാനമായും റൂമറുകൾ. എന്നാൽ റയൽ ഔദ്യോഗികമായി തന്നെ ഈ വാർത്ത നിഷേധിച്ച് രംഗത്ത് വന്നതോടെ ആ അഭ്യൂഹങ്ങൾ അവസാനിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചുളിവിലേക്ക് എൻസോയെ വിൽക്കാൻ ചെൽസി എന്തായാലും തയ്യാറാവില്ല. ലോകകപ്പിലെ ഫോം കൂടി മുൻനിർത്തി താരത്തിന് 120 മില്യൺ പൗണ്ടോളമാണ് ബ്ലൂസ് വിലയിട്ടിരിക്കുന്നത്. 2032 വരെ എൻസോയ്ക്ക് ചെൽസിയിൽ കരാർ നിലനിൽക്കുന്നുമുണ്ട്. നിലവിൽ എലിയറ്റ് ആൻഡേഴ്സണായി റെക്കോർഡ് തുക മുടക്കിയ മാഞ്ചസ്റ്റർ സിറ്റി മറ്റൊരു ബിഗ് ഡീലിന് തയ്യാറാകുമോ എന്നും കണ്ടറിയണം. എൻസോ ഫെർണാണ്ടസ് പ്രധാനമായും നമ്പർ 10-ആയും ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറുമായാണ് ചെൽസിയിൽ കളിച്ചിട്ടുള്ളത്. സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ താരത്തെ പ്രതിരോധത്തിലേക്ക് ഇറക്കിയുള്ള ഡീപ്പർ റോളിൽ വിന്യസിക്കാനാകും എൻസോ മരസ്ക ശ്രമിക്കുക. അതേസമയം എൻസോയെ ക്ലബിനൊപ്പം നിലനിർത്താൻ സാബി അലോൺസോക്ക് താൽപ്പര്യമുണ്ട്. അവൻ തന്റെ പ്ലാനിന്റെ ഭാഗമാണെന്നും ചെൽസി മാനേജർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എൻസോ ക്ലബ്ബ് വിട്ടാൽ മാത്രമാകും മറ്റൊരു മിഡ്ഫീൽഡർക്കായി ചെൽസി ശ്രമം നടത്തുക. ഈ സമ്മറിൽ മോർഗൻ റോജേഴ്സനായി റെക്കോർഡ് തുക ചെലവിട്ട ചെൽസി ഇനി മറ്റൊരു വമ്പൻ ഡീലിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ബോൺമൗത്ത് ഇംഗ്ലീഷ് താരം അലക്സ് സ്കോട്ടിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ട്രാൻസ്ഫർ പോളിസി അടക്കം പൊളിച്ചെഴുതി വരുന്ന ചെൽസി സീസൺ തുടങ്ങാനിരിക്കെ എതിരാളികൾക്ക് കൃത്യമായ സ്റ്റേറ്റ്മെന്റാണ് നൽകിയത്. റൂബൻ അമോറമിന്റെ മിലാനെ കീഴടക്കി ചില സൂചനകളും നൽകി കഴിഞ്ഞു. സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുമ്പോൾ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നിന്ന് ഇനിയും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാമോ? ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം.